ഇത്തവണത്തെ ഓണം മലയാളികൾക്ക് ഒത്തിരി വിഷമം നിറഞ്ഞൊരു ഓണം തന്നെയാണല്ലേ. വയനാട് ദുരന്തത്തിൻ്റെ ആ ഒരു ഭീതി മലയാളിയിൽ നിന്നും ഇന്നും വിട്ടുപോയിട്ടില്ല. ഈ ഒരു അവസരത്തിൽ ആ ദുരന്തത്തിൽ പൊലിഞ്ഞുപോയ ഓരോ ജീവനെയും ഞാൻ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ വയനാടിന് പ്രതീക്ഷയുടെ ഒരു പുതിയ പിറവിയും കൂടെ ആശംസിച്ചുകൊണ്ട് വെൽക്കം ബാക്ക് ടു മീറ്റ് ദി ലെൻസ്. ഞാൻ എൻ്റെ മുന്നത്തെ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തവണത്തെ ഓണം അഞ്ജുവിൻ്റെ വീട്ടിലാണെന്ന്. അപ്പോൾ ഓണസദ്യക്ക് വേണ്ടിയുള്ള കുറച്ച് സാധനങ്ങളുടെ പർച്ചേസിങ്ങിൽ ബിസിയാണ് ഞാൻ. എനിക്ക് ഓണം എന്ന് പറയുമ്പോഴത്തേനും എല്ലാം പുതിയ സാധനങ്ങൾ വേണം, എന്നാൽ എനിക്ക് ഓണസദ്യയുടെ ആ ഒരു ഫീൽ ഗുഡ് വൈബ് കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ കുറച്ച് പർച്ചേസിങ്ങിലാണ് ഞാൻ. അപ്പോൾ അഞ്ജു എനിക്കൊരു ലിസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു, അത് പ്രകാരമുള്ള സാധനങ്ങളൊക്കെ പെറുക്കി കൂട്ടുവാണ്. അഞ്ജുവിൻ്റെ വീട് കൺട്രി സൈഡ് ആയതുകൊണ്ട് ഇതെല്ലാം അവിടെ കിട്ടണമെന്നില്ല. അതുകൊണ്ട് ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ മേടിച്ചു പോവുകയാണ്. ഞങ്ങളവിടെ നൈറ്റ് എത്തി. ആ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇത് സാറ്റർഡേ മോർണിംഗ് ആണ് കേട്ടോ. എല്ലാവരും എഴുന്നേറ്റിരുന്ന് ചായ എന്ന് വിളിക്കുന്നുണ്ട്. ഇവിടെ അടുക്കളയിൽ ബ്രേക്ക്ഫാസ്റ്റിനായിട്ടുള്ളൊരു പ്രിപ്പറേഷനിലാണ്. ഞങ്ങൾ ഇടിയപ്പത്തിനാണ് കുഴച്ച് വെച്ചതെങ്കിലും വെള്ളം കൂടിപ്പോയതുകൊണ്ട് ഇടിയപ്പം ആയില്ല. പിന്നെ അവസാനം ഞങ്ങളത് പിടി പോലെ എന്തോ ആക്കിയെടുത്തു. എൻ്റെ ചുണ്ടപ്പൻ ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. എന്ത് ക്യൂട്ടല്ല എൻ്റെ ചുണ്ടപ്പനെ കാണാനായിട്ട്. ഞാൻ ഓരോ 10 മിനിറ്റിൽ വന്ന് നോക്കുന്നുണ്ട് ചുണ്ടൻ എഴുന്നേറ്റില്ലെങ്കിൽ എനിക്ക് എഴുന്നേൽപ്പിക്കാനായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ടായിരുന്നു. അവിടെ പോയി ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് തെണ്ടി തിരിഞ്ഞൊക്കെ തിരിച്ച് വന്ന് വൈകുന്നേരം ആയപ്പോഴത്തേനുമാണ് ഞങ്ങൾ സദ്യക്ക് കട്ട് ചെയ്യാനിരുന്നത്. അതാകുമ്പോൾ സൺഡേ ആണ് ഞങ്ങൾ സദ്യ വെക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ വൈകിട്ട് കട്ട് ചെയ്ത് വെച്ചാൽ എളുപ്പമല്ലേ, പിറ്റേ ദിവസം രാവിലെ സദ്യ വെക്കാൻ എളുപ്പമായതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ വൈകുന്നേരം ഇരുന്ന് സദ്യക്ക് കട്ട് ചെയ്യുവാണ്. ഭയങ്കര രസമായിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് സദ്യക്കൊക്കെ കട്ട് ചെയ്ത് പാട്ടൊക്കെ ഇട്ട് ഭയങ്കര രസമായിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇത്തവണത്തെ ഓണം. ഞങ്ങൾ പിന്നെ ഒരാഴ്ച മുന്നേ ഓണം സെലിബ്രേറ്റ് ചെയ്തായിരുന്നു. ഈ ആഴ്ചയാണ് ഓണമെങ്കിലും കഴിഞ്ഞ ആഴ്ച സെലിബ്രേറ്റ് ചെയ്തു. ഞങ്ങൾക്കാർക്കും ലീവ് ഈ ആഴ്ച ഉണ്ടായില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച സെലിബ്രേറ്റ് ചെയ്തു. എനിക്ക് നാട്ടിൽ തിരിച്ചു പോയൊരു വൈബായിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കുക്കിങ്ങും കട്ടിങ്ങും ഒക്കെ ആയപ്പോഴത്തേനും. പിന്നെ പൊന്നുൻ്റെ വക മെഹന്തി ഉണ്ടായിരുന്നു. അഥവാ ഞാൻ പൊന്നിനെ കൊണ്ട് നിർബന്ധിച്ച് ഇടിയിച്ചു എന്നും പറയാം. പിന്നെ രാത്രി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് ദംഷരാഡ്സും പിന്നെ എന്താണ് അന്താക്ഷരിയും അങ്ങനെ കുറച്ച് പരിപാടികളും ഓണത്തല്ലും അടിയും പിടിയും ഒക്കെ. അങ്ങനെ അന്നത്തെ രാത്രി നല്ല അടിപൊളിയായിട്ട് പോയി. പിന്നെ പിറ്റേ ദിവസം രാവിലെ സൺഡേ മോർണിംഗ് ആണ് കേട്ടോ. സൺഡേ മോർണിംഗ് ഓൾറെഡി കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ബ്രെഡും ജാമും ആക്കി. അതാകുമ്പോൾ എളുപ്പമാണല്ലോ. പിന്നെ ഞങ്ങൾ ഇത് പയർ പായസം അല്ലല്ല ചെറുപയർ പായസമാണ്. ഓരോരുത്തർക്കും ഓരോ ജോലികൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാകുമ്പോൾ പിന്നെ മിക്സായി അവിടെ ഒരു തല്ലുണ്ടാവത്തില്ലല്ലോ. ഞാനത് ചെയ്യാം, നീ ഇത് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ടും ഞങ്ങൾ തല്ലുപിടിച്ചു. അതാണല്ലോ അതിൻ്റെ ഒരു ഇത്. ഓണമാകുമ്പോൾ ഓണത്തല്ലൊക്കെ വേണമല്ലോ. ഇത് അഞ്ചുണ്ടാക്കിയ പാലടപ്രഥമനാണ്. പാലും വെള്ളം ആടെ താഴെയായിപ്പോയി ഉണ്ടാക്കി വന്നപ്പോഴത്തേനും ഒരു അട്ടർ ഫ്ലോപ്പ് പായസമായിരുന്നു അത്. ഞങ്ങളോടൊരു 12:30 ആകുമ്പോഴത്തേനും ഊണ് റെഡിയാക്കണം, സദ്യ റെഡിയാക്കണം എന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും ഒരു 2:45 3 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ എത്തിച്ചു സദ്യ. പിന്നെ ഇത് ഫൈസിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ലൂക്ക് ആൻഡ് എമീനെ സാരി ഉടുപ്പിച്ചത് കണ്ട് ലൂക്ക് ഇങ്ങനെ അതിശയത്തോടെ നോക്കി നിൽക്കുവാണ്. എൻ്റെ വൈഫിന് ഇത്രയും ഭംഗിയുണ്ടോ എന്നൊക്കെ. പിന്നെ ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. കാരണം നല്ല മഴ പെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ സദ്യ കഴിഞ്ഞിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പറ്റിയില്ലെങ്കിലോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ സദ്യയ്ക്ക് മുന്നേ തന്നെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് ആ ചടങ്ങ് അങ്ങോട്ട് കഴിച്ചു വെച്ചു. അതിനുശേഷം ഞങ്ങളെല്ലാവരും സദ്യക്കിരുന്നു. എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. കറികളൊക്കെ തണുത്ത് പണ്ടാറടങ്ങി. പിന്നെ ആദ്യം അവരെ കഴിപ്പിച്ചിട്ട് ഞങ്ങൾ കഴിക്കാമെന്ന് ഓർത്തു. വിശപ്പുള്ളവർ ആദ്യം കഴിക്കട്ടെ, എല്ലാവർക്കും വിശപ്പുണ്ടായിരുന്നെങ്കിലും ഈ വിശപ്പെടുത്ത് പ്രാന്ത് വരുന്നവർ ആദ്യം കഴിക്കട്ടെ എന്ന് ഓർത്തു. എമിയും ലൂക്കും ഫസ്റ്റ് സദ്യയാണ് കേട്ടോ. അവർ ഇതുവരെയും സദ്യ കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ ഓരോ കറിയും അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമായിരുന്നു. കാരണം അവർക്കത് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ഇതെങ്ങനെ ഉണ്ടാക്കി, ഇതെന്ത് വെച്ചാണ് ഉണ്ടാക്കി എന്നുള്ളത്. അപ്പോൾ ഒരാൾ ഓരോ കറിയും വിളമ്പുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ അവിടെ നിൽക്കണമായിരുന്നു. പക്ഷേ അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തതാണ് കേട്ടോ കഴിച്ചത്. ഞങ്ങൾ ആരും സദ്യ എക്സ്പേർട്ടോ അല്ലെങ്കിൽ ഈ കറികളൊന്നും നമ്മൾ എല്ലാ ദിവസവും ഉണ്ടാക്കുന്നതും ഒന്നും അല്ലാത്തതുകൊണ്ട് ചെറിയ പോരായ്മകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഓവറോൾ നല്ല സദ്യയായിരുന്നു, നല്ല ഡീസൻറ്റ് സദ്യ തന്നെ ആയിരുന്നു. ഞങ്ങൾക്ക് അങ്ങനെ കുറ്റങ്ങളോ കുറവുകളോ ഒന്നുമില്ല. ചെറിയ 1-2 കുറ്റങ്ങൾ അവിടെ ഇവിടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അവർ എല്ലാ കറികളും അവർ സെപ്പറേറ്റ് പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഫീഡ്ബാക്സും കാര്യങ്ങളൊക്കെ തരുന്നുണ്ടായിരുന്നു. അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. അവർ ആസ്വദിച്ച് തന്നെയാണ് കഴിച്ചത്. പിന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കണമായിരുന്നു എങ്ങനെയാണ് കഴിക്കേണ്ടത്, ഓരോ കറികളും എങ്ങനെ കൂട്ടി കഴിക്കണമെന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണമായിരുന്നു. ഞാൻ ലൂക്കിനോട് ഒരു കാര്യം പറഞ്ഞുള്ളൂ, എല്ലാ കറികളും കൂടെ ഇങ്ങനെ കൂട്ടിക്കുഴച്ച് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ എന്ന്. ഞാൻ നോക്കിയപ്പോൾ ഈ സിമൻറ്റ് കുഴയ്ക്കുന്നത് പോലെ ഓരോ കറികളും എടുത്തിട്ട് കുഴച്ചങ്ങ്
മെതിക്കുമായിരുന്നു. പക്ഷേ അവർക്കത് മൊത്തം ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. അവർക്ക് ഇത് കുറച്ച് കൂടുതലായിരുന്നു. നമുക്ക് തന്നെ ഇത് കുറച്ച് ഓവറല്ലേ, സദ്യ എന്ന് പറയുമ്പോൾ നമ്മൾ മത്ത് പിടിക്കുമല്ലോ. പക്ഷെ അവർക്കത് ഫുള്ള് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അവരത് എൻജോയ് ചെയ്താണ് കഴിച്ചത്. പിന്നെ ബെസയ്ക്കും ഇതെൻ്റെ കസിനാണ് കേട്ടോ, ടോം. അവർക്ക് രണ്ടുപേർക്കും കൊടുക്കുന്നതായിരുന്നു ഞങ്ങൾക്കൊരു ടാസ്ക് എന്ന് പറയുന്നത്. അവരിങ്ങനെ ഓരോന്നും കഴിച്ചിട്ട് അത് ശരിയായില്ല, ഇത് ശരിയായില്ല, ഇത് ഇച്ചിരി കൂടെ ബെറ്റർ ആവാമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ചൊറിഞ്ഞ് വരുന്നുണ്ടായിരുന്നു. ഇത്രയും ഉണ്ടാക്കിയതിൻ്റെ കഷ്ടപ്പാട് ഞങ്ങൾക്ക് അറിയാവൂ. അപ്പോൾ ഓരോ കറികളും കഴിച്ചിട്ട് അവിടെ കുറച്ചുകൂടി ഉപ്പാവാമായിരുന്നു, ഇവിടെ കുറച്ചുകൂടി ഇതാവാമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുമാതിരി ഞങ്ങളെ ചൊറിയുമായിരുന്നു. പക്ഷേ കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ പറഞ്ഞു വേണമെങ്കിൽ കഴിച്ചാൽ മതി, അല്ലെങ്കിൽ അവിടെ വെച്ചിട്ട് പോകാൻ വേണ്ടി. ഇതിൽ കൂടുതലൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ മിണ്ടാതെ വാങ്ങി പഠിച്ചത് മൊത്തം ഫിനിഷ് ചെയ്ത് രണ്ടുപേരും. ഇത് ബെസ എങ്ങനെയാണ് ഒതൻറ്റിക് രീതിയിൽ പായസം, പഴം, പപ്പടം കുഴച്ച് കഴിക്കേണ്ടതെന്ന് നമ്മുടെ സായിപ്പിനെ പഠിപ്പിക്കുന്നതായിരുന്നു. ആ കുഴക്കൽ കണ്ടപ്പോഴത്തേനും സായിപ്പ് പായസം വേണ്ട എന്നും പറഞ്ഞ് ജീവനും കൊണ്ട് ഓടി. അമ്മാതിരി കുഴക്കലാണ് ബെസ കുഴച്ചുകൊണ്ടിരുന്നത്. ഏറ്റവും അവസാനം ഫിംഗർ ലിക്കിങ് പോലെ കൈയൊക്കെ നക്കിത്തുടച്ച് നന്നായിട്ട് ആസ്വദിച്ച് തന്നെയാണ് അവൻ കഴിച്ചത്. പക്ഷേ സായിപ്പിന് അത് ഇഷ്ടമായി എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയാത്തത്. പിന്നെ ഇത്തവണത്തെ ഓണത്തിനൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ഞങ്ങളുടെ ശുണ്ടപ്പൻ്റെ ആദ്യത്തെ ഓണമാണ് കേട്ടോ. അപ്പോൾ ശുണ്ടപ്പനൊരു ഇല എന്തായാലും വേണമല്ലോ. അപ്പോൾ ശുണ്ടപ്പൻ ഇങ്ങനെ ചോറ് വാരി കൊടുക്കുവാണ് ഫൈസി. അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, എന്നാലും തന്നതല്ലേ എന്ന് ഓർത്തിട്ട് ഇച്ചിരിയൊക്കെ അവൻ കഴിച്ചു. പിന്നെ ഞങ്ങൾ ഓർത്തു അവൻ്റെ പ്രായവും പക്വതയൊക്കെ ആയില്ലേ, അവൻ സ്വന്തമായിട്ട് തന്നെ സദ്യ കഴിക്കട്ടെ എന്ന് ഓർത്ത് അവൻ്റെ ഷീറ്റും എടുത്തിട്ട് കൊടുത്ത് അവൻ്റെ സദ്യ അതിൽ വെച്ച് കൊടുത്തു. അവനങ്ങോട്ട് ആറാടുകയായിരുന്നു. അതിൽ കിടന്ന് അങ്ങ് മെതിച്ച് കിടന്നങ്ങ് ഉരുളുമായിരുന്നു അതിൽ. പിന്നെ ഒരു കണക്കിനാണ് ഞങ്ങൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി കുളിപ്പിച്ച് കുട്ടപ്പനാക്കി തിരിച്ചു കൊണ്ടുവന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുറച്ച് പരിപാടികളുണ്ടായിരുന്നു, ഇൻഡോർ പരിപാടികൾ. കാരണം പുറത്ത് മഴ പെയ്യുമായിരുന്നു. സാധാരണ ഓണത്തിന് സ്കൂളിലും നമ്മുടെ ഇങ്ങനെ നടത്തുന്ന പരിപാടികളൊക്കെ ഇല്ലേ, ഈ കസേരകളി, ലെമൺ ആൻഡ് സ്പൂണ്, അതുപോലുള്ള പരിപാടികൾ. പിന്നെ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഒരു തല്ല് ഞങ്ങൾക്ക് ഉറപ്പായതുകൊണ്ട് കസേരകളിക്കും ഞാൻ തല്ലുണ്ടാക്കി. അനീതി കണ്ടാൽ ഞാൻ അവിടെ പെരുമാറും. എനിക്ക് അനീതി ഒട്ടും ഇഷ്ടമല്ല. അപ്പം ഞാൻ അവിടെ അടിയുണ്ടാക്കി. അത് കഴിഞ്ഞ് ഇവിടെ സുന്ദരിക്ക് പൊട്ടുതൊടലായിരുന്നു കേട്ടോ. എൻ്റെ ഫോട്ടോ വെക്കാൻ ഞാൻ പറഞ്ഞതാണ്, പക്ഷെ അവർക്ക് താല്പര്യമില്ല. അത് ഓക്കെ വേണ്ടാന്ന് ഓർത്തു. പിന്നെ സായിപ്പിന് ഇതൊക്കെ ഭയങ്കര പുതുമയായിരിക്കുമല്ലോ. സുന്ദരിക്ക് പൊട്ടുതൊടൽ, ലെമൺ ആൻഡ് റൈസ്, ഇതൊക്കെ പുതുമയായിരിക്കുമല്ലോ. അപ്പോൾ ഞങ്ങൾ സുന്ദരിക്ക് പൊട്ട് തൊട്ടു. പിന്നെന്താണ്, കസേരയ്ക്ക് ചുറ്റും ഓടിക്കളിച്ചു. പിന്നെ ലെമൺ ആൻഡ് സ്പൂണിൻ്റെ സമയമായപ്പോൾ മഴയൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും പുറത്തിറങ്ങി ലെമൺ ആൻഡ് സ്പൂൺ കളിച്ചു. ബസ് ഓടി വരുന്നത് കണ്ടോ, 2 തവണ തോറ്റു. പിന്നെ ഇവരുടെ കൂടെ വെറുതെ നടക്കുവാണ്, എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ. ഞാൻ വെറുതെ ഓടിക്കോളാമെന്ന് പറഞ്ഞിട്ട് 2 തവണ തോറ്റതിൻ്റെ ഒരു വിഷമമുണ്ട്, അതുകൊണ്ട് വെറുതെ ഇങ്ങനെ നടക്കുവാണ്. സമ്മാനത്തിന് വേണ്ടിയൊന്നുമല്ല, എന്നെക്കൊണ്ട് ഇത് പറ്റും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതൊന്നും കൂടാതെ ബസ്സയുടെ സിംഗിൾ പെർഫോമൻസും ആരും എന്നെ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് സിംഗിൾ പെർഫോമൻസും അവിടെയും ആരും മൈൻഡ് ചെയ്തില്ല. പിന്നെ ഇതൊരു സ്പെഷ്യൽ പെർഫോമൻസാണ്. കാലിൽ മറ്റേ ബലൂണ് കെട്ടിയിട്ട് വൈരാഗ്യമുള്ളവരൊക്കെ ചവിട്ടി തീർക്കുക എന്നുള്ളത് പോലത്തെ ഒരു അടിപൊളി പരിപാടിയായിരുന്നു. പക്ഷേ എനിക്ക് കാര്യമായിട്ടൊന്നും കൊടുക്കാൻ പറ്റിയില്ല. എനിക്ക് ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടാണ് ഇരുന്നത്. ഞാൻ ഓർത്തു സ്കേർട്ടൊക്കെ ഇട്ട് പോകുമ്പോഴത്തേനും ആരും തിരിച്ചറിയത്തില്ലല്ലോ എൻ്റെ കാലിൽ ബലൂൺ ഉണ്ടെന്നുള്ളത്. പക്ഷേ എന്തോ മുൻവൈരാഗ്യം ഉള്ളതുപോലെ എൻ്റെ കാലിലെ ബലൂൺ ചവിട്ടി പൊട്ടിച്ചതിന് ശേഷവും എന്നെ ഓടിച്ചിട്ടിട്ട് ചവിട്ടുമായിരുന്നു. അതിനുശേഷം ബസ് എൻ്റെ കാലിൽ ചവിട്ടിയിട്ട് എനിക്കിവിടെ ഒരു ബ്രൂസ് ഉണ്ടായിരുന്നു, നല്ല കാലുവേദനയും. പിന്നെ ഒരാഴ്ചത്തേക്ക് നല്ല കാലുവേദനയായിരുന്നു. എല്ലാവരുടെ ഓട്ടം കണ്ടോ, എന്തോ വൈരാഗ്യം തീർക്കുന്ന പോലെ എല്ലാവർക്കും ഇട്ടും ചവിട്ടുന്നുണ്ടായിരുന്നു. അതോടുകൂടി ഞങ്ങൾ പരിപാടി നിർത്തി. കാരണം എല്ലാവർക്കും ഓരോരോ പരിക്കുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓരോ സൈഡിലോട്ട് ചാഞ്ഞു. പിന്നെ സദ്യയുടെ ബാക്കി ഒത്തിരി കറികളും കാര്യങ്ങളും എല്ലാം ബാക്കി ഉണ്ടായിരുന്നുകൊണ്ടും പേപ്പർ വാഴയില ഉണ്ടായിരുന്നുകൊണ്ട് രാത്രിയും സദ്യച്ചു അവർ. ഞങ്ങളാരും കഴിച്ചില്ല. 5ൻ്റെ 4ാമത്തെ പന്തിയാണ് കേട്ടോ ഇത്. എല്ലാം കൊണ്ടും ഭയങ്കര നല്ല ഓണമായിരുന്നു. ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്കതൊക്കെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്കിവിടെ നാടും വീടും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവരൊക്കെ ആണല്ലോ നമ്മുടെ ഫാമിലി. പിന്നെ രാത്രി വീണ്ടും ചില കലാപരിപാടികൾ ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും പോയി കിടന്നുറങ്ങി. അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ ഓണപ്പരിപാടികൾ. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ടാറ്റാ ബൈ ബൈ, സീ യു.